4 ഇതിഹാസമാണുള്ളത്. ഒന്ന് രാമായണം, മഹാഭാരതം, ഗ്രീക്കിലെ 2 ഇതിഹാസമായ ഹോമറിൻ്റെ ഇലിയഡും ഒഡീസി. ഇത് 5ാമത്തെ ഇതിഹാസം ബാഹുബലി. ഫുൾ ലെങ്ത് ആ ഇമോഷൻസും എല്ലാം ഹാപ്പിനെസ്സും എല്ലാം നന്നായിട്ട് അവർ പ്രസന്റ് ചെയ്തു. 3.25 മണിക്കൂർ വീണ്ടും നമ്മൾ തിയേറ്ററിലേക്ക് 2 എപ്പിക്കും കൂടെ ഒരു ഒറ്റ എപ്പിക്കായി വരികയും 3.25 മണിക്കൂറായിട്ട് പോലും ആ റേറ്റ് ഒക്കെ നമുക്ക് അതേ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലുള്ള കട്ടൊന്നുമില്ല. എന്നാലും സോങ്സ് 1-2 കട്ട് ചെയ്തു, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് സ്പെഷ്യൽ നറേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് റീ റിലീസ് ചെയ്തിട്ട് ഓരോ മിനിറ്റ് ഓരോ സീനും നമ്മൾ ഗൂസ് ബംസ് തോന്നിക്കണമെങ്കിൽ അത്ര റേഞ്ചാണ് രാജമൗലി എന്ന് പറയുന്ന ബ്രാൻഡ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് പറയാനുള്ള കുറേ സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നി. ബാക്കിയെല്ലാം നല്ല 3 മണിക്കൂർ പോണ അറിയത്തില്ല. നല്ല രസമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായവർക്ക് ഇത് പക്കായിരുന്നു. 3.25 മണിക്കൂർ ഒരു ബോറിംഗ് ഒരു ലാഗും ഇല്ല. പക്കാ പടം. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു റീ റിലീസ് എക്സ്പീരിയൻസ്? എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടായിരുന്നോ? ഇല്ല, അത് ഇതിൽ കാണിച്ചില്ല. ടീസർ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ കണ്ടില്ല. ഇതിലൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ നൈസായിരുന്നു. 3.25 മണിക്കൂറുണ്ട്. ഒരു രീതിയിലുള്ള ലാഗോ ഒന്നുമില്ല. കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലോണം എന്റർടൈൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു റീ റിലീസ് എക്സ്പീരിയൻസ്? പടം കൊള്ളാം. 2 പാർട്ടും ചേർത്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെറുതായിട്ട് ചില സീന അല്ലെങ്കിൽ 3.25 മണിക്കൂർ പടം കുറച്ചുകൂടെ നീളം. അപ്പോൾ സീനൊക്കെ പാട്ട് 2-3 പാട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാട്ടും ഇല്ല. 2 പടത്തിൽ 3 ചേർത്ത് എല്ലാ പാട്ടും ഇല്ല. 2-3 പാട്ടൊക്കെ കട്ട് ചെയ്തു. നല്ല ഓവറോൾ നോക്കുമ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. കൊള്ളാം. സൗണ്ട് എഫക്റ്റ് ആണ്. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു റീ റിലീസിങ് എക്സ്പീരിയൻസ്? നല്ല സിനിമയായിരുന്നു. എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടായിരുന്നോ? 2-3 ആഡഡ് സീൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സിനിമയിലും സെക്കൻഡ് സിനിമയിലും ഡിലീറ്റഡ് ആയിട്ടുള്ള അവർ ഫൈനൽ കട്ടിലെടുക്കാത്ത 2-3 സീൻസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരു 15 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. ബട്ട് കണ്ടതിലൊന്നും കട്ട് ചെയ്തില്ല. ബട്ട് എന്താ പറയുക, ഫസ്റ്റ് സിനിമ റൺ ടൈം കൂടുതലല്ലേ, അപ്പോൾ 1.5 മണിക്കൂറായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു മാറ്റങ്ങളുണ്ടായിരുന്നു. ലൈക്ക് അൺവാണ്ടഡ് സീൻസ് കുറേയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇമ്പാക്ട് ദ സ്റ്റോറി മച്ച്. എങ്ങനെയുണ്ടായിരുന്നു ഒരു 10 ഇയേഴ്സിന് അപ്പുറം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കാണുമ്പോൾ? ഫസ്റ്റ് പടം കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത് കാണാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് രോമാഞ്ചമൊക്കെ അടിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. മടുത്തില്ല. നമ്മൾ കഴിഞ്ഞത് അറിഞ്ഞില്ല. അങ്ങനെ അടിപൊളിയായിരുന്നു. ഒട്ടും ലാഗ് അടിച്ചില്ല. കുറെ പാട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന്റെ കുറച്ച് വിഷമമുണ്ട്. എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടായിരുന്നോ? ഒരു ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിലീറ്റഡ് സീൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്? എല്ലാം നല്ലായിരുന്നു. പിന്നെ ചിലത് നറേഷന്റെ രീതിയിലാണ് പോയത്, ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 10 വർഷത്തിനപ്പുറം വീണ്ടും ഒരു സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഫുൾ രോമാഞ്ചമായിരുന്നു. ഫാൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇളക്കി മറിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു റീ റിലീസിങ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാൻസിന് നന്നായി കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. 4 hours ബോറടിച്ചിട്ടൊന്നുമില്ല. ഫുൾ ലെങ്ത് ആ ഇമോഷൻസും എല്ലാം ഹാപ്പിനെസ്സും എല്ലാം നന്നായിട്ട് അവർ പ്രസന്റ് ചെയ്തു. ബോറടിക്കാനൊന്നും തോന്നിയില്ല. നല്ല രീതിയിലായിരുന്നു പോയത്. എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടായിരുന്നോ? ഒരു സീൻ പുതിയതായിട്ട് ആഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്പം അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് കാണുമ്പോൾ ഇത് അതിലുണ്ടായിരുന്നല്ലോ അങ്ങനെ തോന്നി. പിന്നെ ചില ഷോർട്സ് മിസ്സായ പോലെ തോന്നി. പക്ഷേ എന്തായാലും അത്രയും ലോങ് മൂവി ഷോർട്ട് ആക്കുമ്പോൾ ഒബ്വിയസ് ആയിട്ടും അത് പോകും. പക്ഷേ എക്സ്പീരിയൻസിന് ഒരു കുറവില്ല. ചില സോങ്സ് പോയി, ബട്ട് സ്റ്റിൽ ഓവറോൾ സൂപ്പറായിരുന്നു. ബാഹുബലിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യൻ സിനിമയിൽ ഇതിഹാസം തീർത്തൊരു ചിത്രമല്ലേ. ആ 2 പാർട്ടായിട്ട് ഇറങ്ങിയതിന് ഒറ്റ പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ദൃശ്യാനുഭവമാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും മിസ്സാവാതെ നമുക്ക് ഫുൾ ടൈം ആ പഴയ നമ്മൾ ആദ്യം കണ്ട അതേ ഫീൽ തന്നെയാണ് തിയേറ്ററിൽ ഈ എക്സ്പീരിയൻസ് ഒരിക്കൽ കൂടി കാണുമ്പോൾ കിട്ടുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ എനർജി. 1-2 സീൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി പോകും. ഡെഫിനറ്റ്ലി. കാരണം എന്താ പറയുമ്പോൾ വീണ്ടും പ്രേക്ഷകരെല്ലാം വീണ്ടും ഓരോ സീനിൽ പ്രകമ്പനം കൊള്ളിക്കുകയും കൈയടിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് വലിയ എൻ്റർടൈനർ തന്നെയാണ് നമുക്ക്. കാരണം 3.25 മണിക്കൂർ വീണ്ടും നമ്മൾ തിയേറ്ററിലേക്ക് 2 എപ്പിക്കും കൂടെ ഒരു ഒറ്റ എപ്പിക്കായി വരികയും 3.25 മണിക്കൂറായിട്ട് പോലും ആ റേറ്റ് ഒക്കെ നമുക്ക് അതേ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ടും ഇതിപ്പം വീണ്ടും നമ്മളെ വിദ്യാർത്ഥികളെ നമ്മളെ കുട്ടികളെയൊക്കെ ഒരുപാട് ഇമ്പ്രസ് ചെയ്യും. നല്ല രീതിയിൽ കയറി കൊളുത്തും. കാരണം ഇത്രയും ഒരു രീതിയിലൊരു സിനിമ മലയാളത്തിൽ ഇതാദ്യമായിട്ടാണ് ചിലപ്പോൾ ഇറങ്ങുന്നത്. ഡെഫിനറ്റ്ലി 4K ഒക്കെ ഓൾറെഡി അതിനകത്ത് ആഡ് ഓൺ ആണ്. പക്ഷേ ഇത് വന്നിട്ടുള്ള ആ ഒരു മാറ്റം ഇടയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതിന് പകരം അത് ഷോർട്ട് ചെയ്ത് കാണിക്കുമ്പോഴേ
അതിൻ്റെ ഡൗട്ട് ഫസ്റ്റ് മാത്രം കണ്ടവരുണ്ടാവും, ഒരുപക്ഷെ സെക്കൻഡ് മാത്രം കണ്ടവരുണ്ടാവും. ആ ഫസ്റ്റ് സെക്കൻഡിനകത്തും കണ്ടിട്ട് ഡൗട്ട് ഉണ്ടുള്ളവരുണ്ടാവും. അത് മൊത്തത്തിൽ ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്, ക്ലൈമാക്സിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓവറോൾ സൂപ്പർ, ഫുൾ ടൈം എൻ്റർടൈൻ. എങ്ങനെയുണ്ടായിരുന്നു റീ റിലീസിംഗ് എക്സ്പീരിയൻസ്? കിടിലം പടമാണ്. പിന്നെ കുറച്ച് പാട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി പടം. നല്ലോണം എക്സ്പീരിയൻസ്. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു റീ റിലീസിംഗ് എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. എന്തെങ്കിലും സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടോ? കുറേ സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് കാര്യങ്ങൾ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടായിരുന്നോ? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു റീ റിലീസിംഗ് എക്സ്പീരിയൻസ്? സൂപ്പർ സൂപ്പർ, അടിപൊളിയാണ്. എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടായിരുന്നോ? ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലാഗ് എന്തെങ്കിലും അടിച്ചായിരുന്നോ? ഒരു ലാഗും ഒരു 3.25 ഫാൻസിൻ്റെ കൂടെ തന്നെ പോയിരുന്ന് കാണണം, അതുകൊണ്ടാണ് സീനായിരുന്നു. ഒരു 10 വർഷത്തിനപ്പുറം കാണുമ്പോ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, പക്ഷെ കിടിലം. ഫാൻസിനോട് തന്നെ കാണണമല്ലേ അവർ, അല്ലെങ്കിൽ ആ ഫ്ലോ. അടിപൊളി ഓളമൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഇതായിരുന്നു. കാരണം 2 പടവും കൂടെ ഒന്നിച്ച് ചെയ്തുകൊണ്ട് വളരെ നല്ല പാർട്ട് 1 കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ രീതിയിലുള്ള കട്ടൊന്നുമില്ല, നല്ല സോങ്സ് 1-2 കട്ട് ചെയ്തു, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് സ്പെഷ്യൽ നറേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടായിരുന്നോ? സർപ്രൈസ് എലമെന്റ്സ് കാണുമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഇതിൽ കാണിച്ചിട്ടില്ല, നമ്മുടെ ഈ പ്രിന്റിൽ ഇല്ലായിരുന്നു. അപ്പം ബാക്കിയുള്ളിടത്തൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇതിൽ പോസ്റ്റ് ക്രെഡിറ്റ്സിന് ഇല്ലായിരുന്നു, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഷമമായിട്ട്. ബാക്കി 2 കട്ട്സ് നല്ലതായിരുന്നു, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ. എങ്ങനെയുണ്ട് ഒരു 10 വർഷത്തിന് ശേഷം അതിന് പാർട്ട് 1 എനിക്ക് എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു, അപ്പോൾ സ്കൂളിൽ പഠിക്കുന്നു. ഇപ്പോഴെന്തായാലും ഇത് കാണാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതായത് ബാഹുബലി 1 നല്ല രീതിയിൽ തന്നെ അവർ അത് 2ഉം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊരു പുതുമയോടെ തന്നെ കാണാൻ പറ്റുന്നു. ഇപ്പോഴും ബാഹുബലി എന്നുള്ളത് ആ ഒരു ഇന്ത്യൻ എപ്പിക് എന്നുള്ള ആ കറക്റ്റ് പേര് തന്നെയാണത്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു എപ്പിക്കാണ്, അത് തന്നെയാണ് ബാഹുബലി. മസ്റ്റ് തിയേറ്ററിൽ തന്നെ വീണ്ടും റീ റിലീസ് ഒന്ന് കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം ഇത്രയും പടങ്ങൾ റീ റിലീസ് ചെയ്ത് ഒരു പടം ഈ റേഞ്ച് കാര്യങ്ങളോ ഒന്നും നമുക്ക് റീ റിലീസ് കണ്ടപ്പോൾ ഫീൽ ചെയ്യില്ല. ഇത് റീ റിലീസ് ചെയ്തിട്ട് ഓരോ മിനിറ്റ് ഓരോ സീനും നമുക്ക് ഗൂസ് ബംസ് തോന്നിക്കണമെങ്കിൽ അത്ര റേഞ്ചാണ് രാജമൗലി എന്ന് പറയുന്ന ബ്രാൻഡ്. അത് ഒന്നും പറയാനില്ല, പടം വീണ്ടും വീണ്ടും തിയേറ്ററിൽ തന്നെ കാണണം. നല്ല എക്സ്പീരിയൻസ്. എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു 10 വർഷത്തിന് ശേഷം വീണ്ടും സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എന്ത് തോന്നി? പുതിയതായിട്ട് തന്നെ തോന്നി. കാരണം ഫാൻസ് ഒക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? 2 പാർട്ട് ഒരുമിച്ച് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലാഗ് എന്തെങ്കിലും തോന്നിയായിരുന്നു? കാരണം 3.25 മണിക്കൂറുണ്ടല്ലോ സിനിമ. കുഴപ്പമില്ല, നമ്മൾ കണ്ട സിനിമയില്ല, വലിയ ലാഗായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ കുറച്ചൊക്കെ സീൻസൊക്കെ കട്ട് ചെയ്ത്, പിന്നെ ഡിലീറ്റഡ് സീൻ ഉണ്ടായിരുന്നു, അതൊക്കെ. ഡിലീറ്റഡ് സീൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് കുഴപ്പമില്ല. പിന്നെ മൊത്തത്തിലെ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രതീക്ഷനെക്കാട്ടി ആദ്യം ഇറങ്ങിയ സമയത്തൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു, പിന്നെ ഇപ്പോൾ ഒന്ന് കണ്ടു, നല്ല ഇതായിരുന്നു. എങ്ങനെയുണ്ട് തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടപ്പോൾ എങ്ങനെയുണ്ട് സിനിമ? തിയേറ്ററിൽ എല്ലാവർക്കും ഭയങ്കര രസമാണ്. രാവിലെ 7 മണിക്കുള്ള ഷോ അല്ലായിരുന്നു, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. ഒരു 3.25 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും ലാഗ് തോന്നിയോ? ഇല്ല, ഒട്ടും ലാഗ് തോന്നില്ല. ഒരുപാട് പാട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം കണ്ടിരിക്കാം. സിനിമ എന്ന് പറയുന്നത് വിജ്ഞാനകോശം എന്ന് ഞാൻ പറഞ്ഞു. ഇത് എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിഹാസം എന്നാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ എല്ലാം നിറഞ്ഞതെന്നാണ്. എല്ലാം നിറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വിജ്ഞാനകോശമാണ്. പ്രണയം, വിരഹം, എല്ലാം, യുദ്ധം എല്ലാം ഉണ്ട്. ലോകത്തിൽ 4 ഇതിഹാസമാണുള്ളത്. ഒന്ന് രാമായണം, മഹാഭാരതം, ഗ്രീക്കിലെ 2 ഇതിഹാസമായ ഹോമറിൻ്റെ ഇലിയഡും ഒഡീസി. ഇത് 5ാമത്തെ ഇതിഹാസം ബാഹുബലി, അതും രാജമൗലിയുടെ ബാഹുബലി. എനിക്ക് അത്രയും പറയാനുള്ളൂ. സോ ഗ്രേറ്റ്.